കൂടെ നമ്മൾ പങ്കെടുക്കും. ഇവിടെ വളരെ നിങ്ങൾക്ക് കിട്ടേണ്ട ക്ലാസ്സുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരിട്ട് കസ്റ്റമറിലേക്ക് വന്നിരിക്കുന്നുണ്ട് ഇടയിൽ ഒരാൾ എപ്പോഴും ആളുകളുടെ കൂടെ ഇടയിൽപ്പെടാറാണ്. ഇവിടെ അങ്ങനെയല്ല, വീണ്ടും അതിൻ്റെതായ സുഗമമായ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടി വളരെ ലളിതമാക്കി തരികയാണ്. എന്താണെങ്കിലും ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കൃത്യമായിട്ട് ഈ പരിപാടി എന്താണെന്ന് അറിഞ്ഞത്. വളരെ ഗൗരവമായി ചർച്ചകൾ നടന്നതിന് ശേഷം ഒരല്പസമയം നിങ്ങളും ഞാനും തമ്മിൽ, അല്ലെങ്കിൽ ഞാനും ഒരു സുഹൃത്തും തമ്മിൽ നമുക്ക് ഈ ഗൗരവമായ ഇരിപ്പ് നമുക്ക് വേണ്ട. അപ്പൊ കുറച്ചുകൂടി ലളിതമാണ്. ഞങ്ങളും ടി വിയിലൂടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, ഞങ്ങളുടെ പരിപാടികൾ നിങ്ങൾ കാണുന്നു, നിരവധി പരിപാടികളിൽ ഞങ്ങൾ ഭാഗമാക്കാവുന്നു, നിങ്ങളുടെ ഓർമ്മകളിൽ എത്തുന്നു, ചില പരിപാടികൾ നിങ്ങൾ ഓർത്തിരിക്കുന്നു. ടി വി പോലും കാണാൻ സമയമില്ലാത്ത ആളുകളുണ്ട് ജീവിതത്തിന്റെ തിരക്കിനിടയിൽ. പക്ഷെ എന്നാലും പത്രങ്ങളും ടി വി മാധ്യമങ്ങളിലൂടെയും രസകരമായ പല കാര്യങ്ങളും കാണുന്നു. ചില സമയങ്ങളിൽ ഗൃഹനാഥൻ ടി വി ന്യൂസ് മാത്രം കാണുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോ ഗൃഹനാഥനോട് ഭാര്യ എന്ന് പറയുന്നു, നിങ്ങൾ എന്ത് കണ്ടാലും ടി വി ന്യൂസ് മാത്രം കാണരുത്, നിങ്ങൾ വഴിതെറ്റാൻ സാധ്യത കൂടുതലാണ്. കാര്യം അത്തരം കാര്യങ്ങൾ മുഴുവൻ വരുന്നത് ഇപ്പോ ന്യൂസിലാണ്. അപ്പൊ ഒരാളെ താരമാക്കാനും ഒരാളെ ചാരമാക്കാനും ഈ മാധ്യമത്തിന് കഴിയും. ഏതുതരം വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ പുതിയൊരു വാർത്ത വരുമ്പോൾ പഴയ വാർത്ത മറന്നു പോകുന്നു. ആദ്യത്തവൻ രക്ഷപ്പെടുന്നു, രണ്ടാമത്തവൻ ഇരയാകുന്നു. വീണ്ടും മൂന്നാമതൊരു വാർത്ത വരുമ്പോൾ ആ രണ്ടാമത്തവൻ രക്ഷപ്പെടുന്നു, മൂന്നാമത്തെ വാർത്ത ഇരയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരു വാർത്ത നടക്കുകയാണെങ്കിൽ തിരിച്ച് പുറത്തേക്ക് പോകുമ്പോൾ മിക്കവാറും വേറൊരാളായിരിക്കും സൂപ്പർ സ്റ്റാർ. അതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ ഏതായാലും എല്ലാവരും ഗൗരവമായിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ അങ്ങോട്ട് പറയുകയാണ്, ആ ഗൗരവമൊക്കെ ഒന്ന് നമുക്ക് അടിക്കാം, എങ്കിലേ തമാശ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് ഒരു ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു നല്ല കയ്യടിയോടുകൂടി നമുക്കൊരു ഉണർവുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. മലയാളം എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകമായി എടുത്ത വിഷയമാണെങ്കിലും മലയാളികൾ മലയാളം പറഞ്ഞില്ലെങ്കിൽ വളരെ വിഷമമാണ്. കാര്യം ഏത് രാജ്യത്ത് എന്നാലും അവരുടെ ഭാഷയുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. പക്ഷേ മലയാള നാട്ടിൽ വരുമ്പോൾ ഒരു സാഹിബിനോട് നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സാഹിബ് നമ്മളോട് നമസ്കാരവും ഞാൻ പോയി വരട്ടെ എന്നും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത്രത്തോളം മലയാളം താഴേക്ക് പോകുമ്പോൾ മലയാളത്തെ ഓർക്കാൻ വേണ്ടി മലയാളത്തിന് മാത്രമായി കിട്ടാം. കലകളുടെ സ്വന്തം നാടാണ് കലാകൈരളി. അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. കളകളും മുഴുവൻ അരുവികളും കുളങ്ങളും പാടശേഖരങ്ങളും വൈലോലകളും താളിയോലകളും ഒട്ടക്കുന്നുകളും ഇടനാടികളും ഇടവടികളുമുള്ള സമ്പൽ സമൃദ്ധമായ വിഭവ സമൃദ്ധമായ നമ്മുടെ നാട്. പരശുരാമൻ മഴുവറിഞ്ഞപ്പിച്ച വീട് ദേശാടനകളികളെ പോലെ പറന്നു നടക്കുന്ന ദൈവം നമുക്ക് തീർത്ത സ്വപ്നക്കൂടിനെ ദൈവത്തോട് പോലും ചോദിക്കാതെ നമ്മളിട്ട പേരാണ് ദൈവത്തിന്റെ സ്വന്തം നാട്. ആ നാട്ടിൽ കൈകൊട്ടിക്കളിയില്ല, കൈവെട്ടിക്കളിയാണ്. മാർഗം കളിയില്ലാത്തതിനാൽ മാർഗം കളിക്കാർ മറ്റു മാർഗം തേടി പോകുന്നു. തിരുവാതിരയിലു ഇല്ലാതാവുന്നു, ഒരു മാതിര കളിയാകുന്നു. ഓട്ടത്തുള്ളിൽ ഓടി വന്ന് നടക്കുന്ന ഒരു തുള്ളലായിട്ട് മാറുന്നു. ആർപ്പോ ഇറോ പോലും ഇല്ല. ആർപ്പോ എന്നല്ല ഇറോ എന്നല്ല വിളിയല്ല, ആർപ്പോ എന്നെ വിടറോ എന്നുള്ള വിളിയാണ്. അതുപോലെ തുമ്പി തുള്ളൽ പോലും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇല്ലാതായി മാറുന്നു. തുമ്പി അല്ല ഇപ്പൊ തുള്ളുന്നത്, അപ്പുറത്തെ വീട്ടിലെ തമ്പിയാണ് ഇപ്പൊ നിന്ന് തുള്ളുന്നത്. അതും ആവറേജ് അല്ല, നല്ല ബീവറേജ് തുള്ളലാണ് 418 നിർത്തലാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അങ്ങനെയുള്ള കേരളം എന്തായിരുന്നു പണ്ട് എന്ന് ഓർമ്മിക്കാൻ ഒരു പാട്ട്. ഈ പാട്ട് നേരായ മാർഗത്തിലുള്ള പാട്ടല്ല. പിസൈല ഗോപുരം പോലെ നോത്തക്കാമലെ കാസിമോദിയെ പോലെ കൂനിയ കാലഘട്ടത്തിൽ ഈ പാട്ടും ഒന്ന് തലതിരിഞ്ഞു പോവുകയാണ്. ഷാരുമാരെല്ലാരും ശിവലം കുറുങ്ങാത്ത പാനൂട്ടായില്ല ടീമോ ഇല്ലമീളക ഇല്ലാമിയുദിച്ച ഇല്ലമീളോളെ നംജവാളിവോ യുമ്രവയിള്ളക യുടിനാറിച്ചേ ഇൽഗത്തരള്ളക ഇല്ലവിടുമാ ഇല്ലവിടുമാ. നേരായ പാട്ട് എല്ലാം തലതിരിച്ച് പാടുന്ന ഒരു കേരളത്തിലേക്കാണ്. എല്ലാം തിരിഞ്ഞു വരുന്നു എന്നതാണ് അതിന്റെ പരമമായ സത്യം. അപ്പൊ അങ്ങനെ ചില പാട്ടുകൾ ഞാൻ തലതിരിച്ച് പാടുമ്പോൾ എല്ലാ പാട്ടുകളും ഒരേപോലെ ആകണമെന്നില്ല. നേരായ മാർഗത്തിൽ എങ്ങനെ തലതിരിച്ചാലും പറയാൻ പറ്റുന്ന വാക്കുകൾ വളരെ കുറവേ ഉള്ളൂ. അത്തരം വാക്കുകൾ ഒഴിച്ചാൽ ബാക്കി എന്ത് പറഞ്ഞാലും മറ്റു ഭാഷയായിട്ട് മാറുന്നു. ഇവിടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് പാട്ട് ഇഷ്ടമാണെങ്കിൽ പാട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആദ്യത്തെ പാട്ട് ഏറ്റവും കൂടുതൽ കാലം സൂര്യചന്ദ്രന്മാരെ ദർശിച്ചിട്ടുള്ള പഴയ ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള 1-2 പാട്ടുകൾ പാടാം. ഈ പാട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഏത് പാട്ടാണെന്ന് ഓർക്കുക. ഏത് പാട്ടാണെന്നെങ്കിലും ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? പാരിജാതം തിരുമിഴി തുറന്നു.
പാരിജാതം ജനിമത് തോന്നുന്നു എന്നുള്ളൊരു പാട്ട് എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. രിസ്തുക്കലോ നനക്കുമാറ്റേക്ക നീൾവരുവാ ഏണി മങ്ക കൊണ്ടുങ്കാനി നളിമികയു വിഴുതാനീ. ഇത് എന്റെ നാട്ടുകാരൻ അർജുന മാഷിന്റെ ഹിറ്റ് പാട്ടുകളിൽ ഒന്നാണ്. ഈ പാട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള പാട്ടാണ്. ഇന്നാക്കറണ്ണാവ ലവ ഭൂതങ്ങാച്ചമ്പാണ്ടാക്കൂ ഇന്നാക്കറണ്ണാവ ലവ ഭൂതങ്ങാച്ചമ്പാണ്ടാക്കൂ ഇന്നവായിൽ വേവാരൂണക്കൽ തന്നാരപ്പുതാത്ത. ഇപ്പൊ സെല്ലിലോട് ഇറങ്ങി കഴിഞ്ഞു. സെല്ലിലോയുടെ പാട്ട് കണ്ടില്ലാത്ത കുട്ടി പാടിക്കഴിഞ്ഞിരിക്കുന്നു. പെരിയാറിന്റെ തീരത്ത് ഒഴുകി നടന്ന പുഴയിൽ, ആ ഒഴി കടകളെ ഒഴുകുന്ന പുഴയിൽ സത്യൻ മാഷ് വള്ളവുമായിട്ട് പോകുമ്പോൾ സുമാരിയമ്മ നമ്മുടെ വീട്ടിൽ വേർപിരിഞ്ഞ് പോയെങ്കിൽ സുമാരിയമ്മ ഏത് വേദിയിൽ വന്നാലും പാടുന്നൊരു ദേശീയ ഗാനമുണ്ട്, ഒരു നല്ല പാട്ടുണ്ട്. അതിതാണ് ആ പാട്ട്. നെലികുടി ചുരിക്കയും പാരാമ യാരനാക്കി കാതിച്ചു ഇതുമാലാനിക തലിതായട്ടിക്ക് രാമതൈ കള്ളിവട്ടല്ലാത്തു ഇന്ന രാമതൈ കള്ളിവട്ടല്ലാത്തു നിമ്മി നിമ്പോ ഇത്രാമ എട്ടിക്ക് ഇനി തെളഞ്ഞു കൂട്ടഞ്ചാഞ്ച ഇനി തെളഞ്ഞു കൂട്ടഞ്ചാഞ്ച. ഇത് ഏത് പാട്ടാണെന്ന് അറിഞ്ഞില്ല. നെലികുടി നെലി പാട്ടിനോട് എനിക്ക് തോന്നുന്നു പാട്ടെല്ലാവരും നേരായ മാർഗത്തിൽ പാടിയാലേ ഇനി കിട്ടുള്ളൂ. ചിലപ്പോൾ സംഗീതം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ പാട്ട് വിട്ടിട്ട് മലയാളത്തിലേക്ക് തിരിച്ചു വരികയാണ്. മലയാളം മാതൃഭാഷയായി മലയാളത്തെ കിട്ടി. മലയാളം തന്നെയാണ്, തന്നെയാണ് ഏറ്റവും വലിയ അക്ഷരം. നമ്മൾ ഏത് പറയുമ്പോഴും മലയാളികളാണ്, മനസ്സുള്ളവരാണ്, മാതൃഭാഷ മലയാളമായി കിട്ടിയിട്ടുള്ളവരാണ്. അങ്ങനെ ഈ മണ്ണിൽ ജനിച്ചു വളർന്ന നമുക്ക് മാതാവിന്റെ മഹിതരത്തിൽ നിന്ന് മണ്ണിലേക്ക് മലക്കമറിയുന്ന കുട്ടികൾ മകാര ശബ്ദത്തിനാണ് ആദ്യമായിട്ട് മൊഴിയുന്നത്. മാതാവിനുണ്ടുമ പിതാവിനില്ലെങ്കിലും നമ്മുടെ നാമത്തിലുണ്ടുമ രോമത്തിലുണ്ടുമ ജനനത്തിലില്ലെങ്കിലും മരണത്തിലുണ്ടുമ എന്ന് പറയുന്നത് പോലെ മാനത്തുണ്ടുമ. എല്ലാ സ്ഥലങ്ങളിലും ഈ 56 അക്ഷരങ്ങളിൽ ഏറ്റവും വലിയ അക്ഷരമായ മാതാവിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആദ്യമായിട്ട് മകാര ശബ്ദത്തിൽ പഴിയുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇതെപ്പോഴും ഞാൻ പറയാറുണ്ട്, മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട അക്ഷരം ഏതാണെന്ന് ചോദിക്കുമ്പോഴും മാ തന്നെയാണ്. അവനവന്റെ പേരിൽ മാ എന്ന പേരുള്ള അക്ഷരങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും 56 അക്ഷരങ്ങളിൽ ഏറ്റവും മഹത്തായ അക്ഷരം മാ തന്നെയാണ്. ഇതിന്റെ ഒരു റിസൾട്ട് ഞാൻ കേൾപ്പിക്കുകയാണ്. ഞാൻ ശ്വാസം പിടിച്ച് ഇങ്ങനെ ലെവലായി വരുമ്പോൾ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ചു വന്നിരിക്കുന്ന 2 കൈകൾ തമ്മിൽ കൂട്ടിയടിക്കുന്ന ശബ്ദം ഉണ്ടെങ്കിൽ എന്റെ ശ്വാസം അകത്തുനിന്ന് പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കേട്ടിരിക്കുകയാണെങ്കിൽ എന്റെ കണ്ണേ തള്ളി വരുള്ളൂ. നമുക്ക് തുടങ്ങാം. മായ നക്ഷത്രത്തിന്റെ മഹാത്മത്തെ കുറിച്ച് മലയാളികളോട് മധുരമായി പൊടിയുമ്പോൾ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്നത് അമ്മ ഉമ്മ ഉമ്മമായി എന്ന ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അങ്ങനെ മൊത്തത്തിലുണ്ട്. ശരീരത്തിന്റെ പ്രധാന അവയവങ്ങൾ എല്ലാം തന്നെ മായാണ്. മാറ്, മുതുക, മസ്തിഷ്കം, മുടി, മൂക്ക്, മുട്ട്, മനസ്സ് എല്ലാം തന്നെ മായാണ്. മായയുടെ മഹാത്മത്തെ കുറിച്ച് പൊടിയുമ്പോൾ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്നത് മണ്ണിലെ മൂലകങ്ങളെ മങ്ങിടാതെ കാത്തിടാനും മണ്ണൊലിപ്പ് തടയാനും മരങ്ങൾ വേണം. മരമില്ല നായക്കനെ മടിയില്ലാതായി മാറും. മഴയില്ല നായക്കനെ മണ്ണിയുടെ മോശം മരങ്ങളെ കുറിക്കുന്ന മരമുള്ളക്കാരെ കണ്ടാൽ മാറ്റാതെ പേര് നമ്മൾ മാറ്റി നിർത്തണം. മരങ്ങളെ ആദ്യം വേണം, മരങ്ങളെ വളർത്തണം. മരമഹോത്സവത്തിൽ നാം മറക്കണം. നല്ല മാലിക്ക് വേണം. മരമുട്ടിയിരിക്കുന്നത് തന്നെ ചെയ്തപ്പോഴേ മനുഷ്യനാം സിദ്ധാർത്ഥൻ മഹാത്മാവായിട്ട് മാറിയത്. അപ്പോൾ മണ്ണും മടിയും മനുഷ്യനും മഹാത്മാക്കളുമുള്ള മാമതം നോക്കി MA മേൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നു. അതുപോലെ എമ്മിൽ തുടങ്ങി എമ്മിൽ അവസാനിക്കുന്നു. MA L YA LA മലയാളം. ഇതേപോലെ എത്ര വാക്കുകളാണ് മക്കളെ എമ്മിലും മായിലും മുട്ടുന്നത്. മാൻ മങ്കി മജീഷ്യൻ മിനിസ്റ്റർ മാങ്കോ മെലൻ മാരേജ് മന്ത് മന്ത്രമായിട്ട് മാർക്ക് മെഡിസിൻ ഇതിന്റെയൊക്കെ മലയാളം നോക്കും. മാൻ മനുഷ്യൻ മജീഷ്യൻ മാന്ത്രിക മാങ്കോ മാങ്ങ മെലൻ മത്തങ്ങ മൈൻഡ് മനസ്സ് 10 മാസം മാർക്ക് മുദ്ര മെഡിസിൻ മരുന്ന് ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും മായുന്ന അക്ഷരമാണ് മഹത്തായ അക്ഷരം. ഇനി മലയാള സിനിമയെ കുറിച്ച് പറയാം. മലയാളം എന്ന് പറഞ്ഞാൽ തുടക്കമുണ്ടിരുമ, സിനിമ എന്ന് പറഞ്ഞാൽ അവസാനമുണ്ടിരുമ, സിനിമയുടെ സംഘടനയായ അമ്മയിൽ നിന്ന് കെട്ടിപ്പിടിച്ച സിനിമ താരങ്ങളെ കുറിച്ച് പറഞ്ഞാൽ 3 മൈലുള്ള മമ്മൂട്ടിയാണ് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന ഒരു മെഗാതാരം. മാധവനായി, മധ്യവയസ്കനായി, മാതൃകാ പുരുഷനായി, മദ്യപാനിയായി മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന 3 മൈലുള്ള മമ്മൂട്ടിയെ മറികടക്കാൻ വേണ്ടി മഞ്ഞിൽ വിരിഞ്ഞ മലരിലൂടെ മലയാള സിനിമയിലേക്ക് ഒരു മഹാബലിയായിട്ട് കടന്നു വന്ന മോഹൻലാൽ ഒരു മരുമായമാണ് മലയാള സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 മൈലുള്ള മമ്മൂട്ടി, മരുമായുള്ള മോഹൻലാലുമാണ് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന 2 മെഗാതാരങ്ങൾ. ഇവരെ കൂടാതെ ഒത്തിരി മകാരക്കാരി മറുനാട്ടിൽ നിന്നും മലയാള നാട്ടിലെത്തി മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്നുണ്ട്. മധുബാല, മധുമോഹിനി, മാധവൻ, മധുബാല, മാധുരി, മാധവി, മന്ദാകിനി, മണിരത്ന, മനുഷ്യക്കുള്ള മമത, മഞ്ജു വാര്യർ, മനസ്സിൽ രാജു, മീനാമരി, നിതിൻ, മോള, മാമുക്കയ, മോഹൻലാൽ, മോഹൻരാജ്, മുകേഷ്, മാളൂട്ടി, മാമാട്ടി, മമ്മൂട്ടി മുതൽ മച്ചാൻ വരെ എത്തിയിരിക്കുന്നു. ഇനി പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് പറയാം. 4 മായുള്ള മാമൻ മാപ്പിളയാണ്. 3 മായുള്ള മലയാള മനോരമയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്നത്. 1 മായുള്ള കേശവ മേനോനാണ് മാതൃഭൂമി എന്ന പത്രത്തെ മലയാളികൾ പരിചയപ്പെടുത്തി തന്നത്. ഈ 2 പ്രസിദ്ധീകരണങ്ങൾ മാത്രമല്ല മലയാള നാട്ടിൽ മിന്നിത്തിളങ്ങുന്നത്. മറുനാട്, മലനാട്, മാമലനാട്, മലയാളനാട്, മലയോട്
പ്രദേശം മലപ്രദേശം മറുനാടൻ മലയാളി മംഗളം മനോരമ മാതൃഭൂമി മദ്രാജൻ മംഗളരത്നം മാമ്പഴ മാമന്തം ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും ഇനി നമുക്ക് 3 മതങ്ങളെ കുറിച്ച് പറയാം. 3 മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുഖ്യമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് മിശിഹ സ്ഥാപിച്ച് മാമോദീസ മുഖ്യ മതക്കാരാണ്. മിശിഹായിക്കാണ് ഏറ്റവും കൂടുതൽ മാമതം ചിലപ്പോഴും എനിക്ക് തോന്നിപ്പോകാറുണ്ട്. മന്ത്രാക്ഷരമായി മായമായി മഹാബന്ധമുള്ള മറ്റനേക മഹാന്മാരുണ്ടെങ്കിലും മിശിഹായിക്കുള്ള മാമന്തം മറ്റാരേക്കാളും മറികടക്കും മട്ടിൽ മഹോന്നതകരവും മാതൃകാപരവും മഹത്തരവുമാണ്. മംഗളാമണികളിൽ മാണിക്യമുത്തായ മറിയത്തിന്റെയും മരിയാശാരി ഔസേപ്പിന്റെയും മകനായി മാട്ടുതൊഴുത്തിൽ മനുഷ്യാവതാരമെടുക്കുമെന്നുള്ള മംഗളവാർത്ത മാലാക മറിയത്തോട് മൊഴിയുന്ന മഹനീയ മുഹൂർത്തം മുതൽക്ക് തന്നെ മായുടെ മറിമായം ആരംഭിക്കുകയായി. മഹാന്മാരായ 3 രാജാക്കന്മാർ മഹാപിതങ്ങളായ 3 മുതലികളുമായി മാട്ടുതൊഴുത്തിലെത്തുന്നു. മാട്ടുതൊഴുത്തിലെത്തുമ്പോൾ മാടുകൾക്കിടയിൽ മടമള മാതിരി മന്ദവസിലിക്കുന്ന മനുഷ്യത്തലമിൽ മുവിൽ മുട്ടുമടക്കി മുറുതാവിൽ മുത്തമടച്ചുകൊണ്ട് മനസ്സമാധാനത്തോടെ മടങ്ങുമ്പോഴും മാനത്വങ്ങ മുൻപരിക്കിൽ പ്രത്യക്ഷപ്പെട്ട മഹാനക്ഷത്രം മായാതെ മറിയാതെ വീണിത്തിളങ്ങിക്കൊണ്ടിരുന്ന വിഷയമാറ്റി പറയുന്നത് മാതാപിതാക്കളുടെ ഇടയിൽ നിന്ന് മറിമയം പോലെ മാന്യമായ മനുഷ്യനെ 3-ാം നാളാണ് മറിയം മുഖാമുഖം മുട്ടുന്നത്. മല്ലന്മാരായ മഹാപണ്ഡിതന്മാരെ മരത്തിയടിച്ച് മുട്ടുകുതിച്ച് മുന്നേറുന്ന അവസരത്തിലായിരുന്നു മറിയം മാതാവ് മുന്നിലെത്തിയ മകനെ മാറോടച്ച് മടക്കിക്കൊണ്ടുപോകുന്നത്. ഇത് നമുക്ക് മുസ്ലിങ്ങളെ കുറിച്ച് പറയാം. മുസ്ലിങ്ങളുടെ മുന്നണിപ്പടികളായിട്ട് മുന്നേറുന്നവരാണ് മുഹമ്മദ് നബി, മുത്തുനബി, മുസനബി, മുത്തറസൂലും മൗലബും അല്ലാക്ക മുക്രി അങ്ങനെ പോകുന്നു. മകാര മനോഹരമായ മാക്കാരി മാപ്പിള പാട്ടേജ് മൊയ്തി മൗലബി മകാരക്കാരനാണ്. മകാര മനോഹരമായ മെക്കയും മദീനയും മായുടെ മലർക്കാവിൽ മുട്ടിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല മുസ്ലിങ്ങളുടെ മുഖ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ മായാണ്. മലപ്പുറം, മഞ്ചേരി, മട്ടാഞ്ചേരി, മഞ്ചേശ്വരം, മാഹി, മൂവാറ്റുപുഴ. മാത്രമല്ല മുസ്ലിങ്ങളുടെ മതപ്രയോഗങ്ങളെല്ലാം തന്നെ മായാണ്. മണിയർ, മണിമാര, മുഹമ്മദ്, മുസീബത്ത്, മകർ, മക്ക, മയ്യിദ്, മൊസ്ക്, മദ്രസ്, മജ്ലിസ്, മർക്കസ്, മഗ്രിബ് എല്ലാം തന്നെ മായാണ്. ഇനി നമുക്ക് മുഖ്യമതമായ ഹൈന്ദവ മതത്തിലേക്കൊന്ന് വിലക്കം പറയാം. മുഖ്യസ്ഥാനം അലങ്കരിക്കുന്നവരാണ് മഹാവിഷ്ണു. മഹാവിഷ്ണു കഴിഞ്ഞ മഹാലക്ഷ്മി, മഹേശ്വരൻ, മഹേശ്വരി, മുക്കുണ്ടൻ, മുസ്ലാദരൻ, മാരിക്കാർവർണ്ണ, മഴമേഘവർണ്ണ, മംഗളാദേവി, മദ്രമീനാക്ഷി, മുകുന്ദൻ, മാധവൻ, മുരാരി, മാരുതി, മാന്ത്രി, മുത്തപ്പ മുതൽ മാവേലി വരെ തിരിക്കുന്നു മകാര മനോഹരമായ മലയാള ഹൈന്ദവ നാമങ്ങൾ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും മായ അക്ഷരമാണ് മഹത്തായ അക്ഷരം. ഞാൻ കണ്ടിട്ടുള്ള മിക്ക സിനിമകളും ആ സിനിമകളാണ്. ഈ സിനിമകളല്ല. ഞാൻ കണ്ടിട്ടുള്ള ആ സിനിമകളെ കുറിച്ച് പറയാം. മുതലാളിമായ മുദ്ര മാൻപട മടവാട്ടി മൂടുപട മണിയർ മാമംഗ മാനഭദ്രമോ മാന്യ മഹാചരങ്ങളെ മാതൃഭയ്ക്ക് വേണ്ടി മഴിത മുടിച്ച് മണിച്ച് പുറന്നപ്പോൾ വിസ്വാമിയുടെ മാമലക്കപ്പുറത്ത് മഴവിയെന്ന് മുതല കൊട്ടുന്നു മന്ത്രമാളികയിലെ മനസ്സമ്മതം മാസ്പരം ഓർക്ക മിനിക്സ് പീരീഡ് മമ്മി അന്നി മോസം കേട്ടി മീശമാനവൻ മായാമോഹിനി മദ്രാശി ഇങ്ങനെ പോകുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഉൾപ്പെടെ മായ. മത്സ്യം, മാംസം, മീൻ, മുട്ട, മലക്കറി കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ മായില്ലെങ്കിൽ പോലും മലയാളിക്ക് വിഷമമില്ല. കാര്യം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ മായ കലർന്നു കിടക്കുകയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴും മായ എന്ന അക്ഷരമാണ് മഹത്തായ അക്ഷരം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കരുതി ഞാൻ ആശ്വസിക്കുന്നു. ഇപ്പോഴും നിങ്ങൾ കൈയടിക്കാൻ വൈകുമ്പോഴാണ് എന്റെ ശ്വാസം എനിക്ക് വേദന തുടങ്ങുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ പരിചയപ്പെടുത്തുകയാണ്. മലയാള മിമിക്രി നിങ്ങൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെതായ ശൈലി മലയാള സിനിമയ്ക്ക് കാഴ്ചവെച്ച കലാഭവൻ നിരവധി പ്രതിഭകളെ ഞങ്ങൾക്ക് തോന്നും മലയാള മിമിക്രി രംഗത്ത്. ആ പ്രതിഭകളിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സതീഷ് നിങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾ പറയുന്ന മലയാളത്തിലുള്ള തമിഴിലുള്ള ഏതെല്ലാം താരങ്ങളുണ്ട് ആ താരങ്ങളുടെ ശബ്ദം നമുക്ക് സതീഷിലൂടെ ഒന്ന് കേൾക്കാം. ചില രസകരമായ TV അവതാരങ്ങളുടെ ശബ്ദവും നമുക്കറിയാവുന്ന ചില വാക്കുകളുമായി സതീഷിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എന്തായാലും സാഞ്ചേട്ടൻ നിർത്താതെ ഒരുപാട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിർത്താതെ സംസാരിക്കുന്നില്ല. മിമിക്രി വേദിയിൽ ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇനമാണ് ശബ്ദാനുകരണം. ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും മിമിക്രിയുടെ തുടക്കം മുതലേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് നടന്മാരുടെ ശബ്ദം കേൾക്കുക ചെയ്യുക എന്നുള്ളതൊരു മിമിക്രിക്കാരൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു ധർമ്മമായി മാറിയിരിക്കുകയാണ്. കേൾക്കാൻ നിങ്ങളും സന്നദ്ധരാണ്. എന്നിരുന്നാലും കുറച്ച് വ്യത്യസ്തമായ ചില ശബ്ദങ്ങൾ എനിക്ക് തോന്നി മലയാള സിനിമയിലെ ഒരുപാട് നടന്മാരുടെ ശബ്ദം അനുകരിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇന്ന് പല നടന്മാരുടെയും രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും മാറ്റം വന്നിരിക്കുകയാണ്. ആ കാലഘട്ടത്തിന്റെ മാറ്റം ഇവിടെ ഒന്ന് ഞാൻ കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഏതൊരു മിമിക്രിക്കാരനും മിമിക്രി ആരംഭിക്കുന്നത് ഏതെങ്കിലും ഒരു നടന്റെ ശബ്ദം ചെയ്തുകൊണ്ടാണ്. ഞാനും വ്യത്യസ്തനല്ല. ജനാർദ്ദനൻ എന്ന് പറഞ്ഞ നടന്റെ ശബ്ദം ചെയ്താണ് ആദ്യമായിട്ട് മിമിക്രി ആരംഭിക്കുന്നത്. ഒരുപക്ഷെ അന്ന് ഞാൻ ചെയ്തിരുന്ന പോലെയല്ല ഇന്ന് ചെയ്യുന്നതും നമ്മളെല്ലാം കേൾക്കുന്നതും. ശബ്ദം മാറി, രൂപം മാറി, ഭാവം മാറി. പണ്ടുകാലത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടിയിരുന്ന ജനാർദ്ദനൻ പോലീസ് ഓഫീസർ വേഷങ്ങൾ ചെയ്തിരുന്ന, വില്ലൻ വേഷങ്ങൾ ചെയ്തിരുന്ന ജനാർദ്ദനായിരുന്നു. ആ ജനാർദ്ദൻ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം. ഞാൻ പറഞ്ഞു താരം തന്റെ മറ്റവരെ കൂടി എറിയെടുത്തിട്ട് കൊടുത്തു. മിസ്റ്റർ ശേഖർ, അറിയാലോ നിനക്ക് മുതലാളിയെ ഭയങ്കര കടിശക്കാരനാ. ലാസറെ പട്ടികയില് തട്ടിയേക്ക്. ഈ ജനാർദ്ദനെ മറന്നു നമ്മൾ. ഇപ്പൊ മനസ്സിലേക്ക് ഓടിയിരുന്ന ജനാർദ്ദൻ കൊമേഡിയനാണ്. മാതാർ മാതായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിൽ വേറൊരു ശബ്ദം കേട്ടു. എങ്ങനെയായിരുന്നു? അവന്റെ രണ്ടു കാലം തള്ളി ഒടിക്കണ അറിഞ്ഞില്ലേ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആയത്. താങ്ക് യു.
മൈക്ക്. പിന്നീട് വ്യത്യാസം തോന്നിയ ഒരു നടനാണ് ഇന്നസെന്റ്. ഇന്ന് പാർലമെന്റേറിയനാണ്. എന്നാൽ ബഹുമാനനായ നമ്മുടെ ഇന്നസെന്റിന്റെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഇന്നസെന്റ് ഒരു തൃശ്ശൂർ ഭാഷ സംസാരിച്ച കൊമേഡിയനായ ഇന്നസെന്റ് ആണ്. രാവണപ്രഭുവിൽ എത്തി നിൽക്കുമ്പോൾ വേറെ ശബ്ദം കേട്ടു. പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഇന്നസെന്റ് ഒരുപക്ഷെ ഇതായിരിക്കാം. ഞാൻ എന്തിനീ ചേട്ടൻ വിളിച്ചിരിക്കുന്ന? ചേട്ടൻ ഇങ്ങനെ മുമ്പുണ്ടായില്ലേ? ഗോപാലകൃഷ്ണൻ നിൽക്കണ്ടായില്ല. ഇവനുണ്ടായിട്ടിരിക്കുന്ന ആർക്കുണ്ടായില്ലേ? എനിക്കുണ്ടായിട്ടില്ല. ഈ തീയന്റെ കൂടി അങ്ങാടോട്ട് രാഘവോ ദാസപ്പോ ഈ തടി സാമാനങ്ങളിൽ രണ്ട് വരി അത്രയല്ലേ നിന്നോട് പറഞ്ഞോളൂ. അതിന് നീ എന്തോ ചിണ്ടാവേണ്ടിരിക്കണേ? എന്റെ രാമൻകുട്ടി നായന്റെ പരിപാടി പറഞ്ഞ ചോറിട്ട് അപ്പൊ എന്റെ അമ്മയുടെ തെറി പറഞ്ഞല്ല. പിന്നെ അമ്മയുടെ വീടിന്റെ അടുത്ത് എന്റെ വീട് നിന്നിട്ട് അവനോട് ഇങ്ങനെ കാണിക്കണേ. ഇങ്ങനെ മുമ്പുണ്ടായില്ലേ? ഈ ഇന്നസെന്റിന്റെ മറന്നു. രാവണപ്രഭുവിൽ എത്തി നിൽക്കുമ്പോ അദ്ദേഹം ഒരു വയസ്സൻ വേഷം ചെയ്തു. പഴയ നീലകണ്ഠന്റെ കാര്യസ്ഥൻ. എങ്ങനെയായിരുന്നു രാവണപ്രഭുവില് രൂപത്തിലും ഭാവത്തിലും വയസ്സൻ വേഷം ചെയ്തപ്പോ ശബ്ദവും മാറി. ഇങ്ങനെയായിരുന്നു. എന്താ ഈ കാണിക്കണേന്നോ? അങ്ങോട്ട് മാറി നിക്ക. അവിടെ ചോദിച്ചപ്പോ പറയണതേ ഇവിടെ ചോദിക്കാൻ ഞങ്ങളുടെ നല്ല ചീരയുടെ വിത്ത് കൊടുക്കാണ്ട് ഇവിടെയാണെങ്കിൽ കുമ്പളങ്ങയുടെ വിത്ത് തരാണ്ടെന്നും കേട്ടു. നിനക്ക് മാത്രം ചികിത്സിക്കാനുള്ള ആശുപത്രിയാണെങ്കിൽ കുഷ്ഠരോഗ ആശുപത്രിന്ന് ബോർഡ് വയ്ക്കുക. നീല അങ്ങനെ വ്യത്യാസം. ഇത്തരം നടന്മാരെ വളർത്തി വലുതാക്കുന്ന തീർച്ചയായിട്ടും സംവിധായകനാണ്. സംവിധായകൻ ഏറ്റവും ശ്രദ്ധേയനായ ഒരു സംവിധായകനാണ്. മലയാളികൾ കളിയാക്കി പറയുന്ന അക്ഷര സ്ഫുടമായി സംസാരിക്കുന്നു എന്ന് പറയുന്ന ലാൽ ജോസ്. അദ്ദേഹം പറയുന്നു, മലയാള സിനിമയില് ഈ ചാന്തോട്ട് എന്ന് പറഞ്ഞൊരു ചിത്രമാണ് എന്റെയും ദിലീപിന്റെയും ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും എന്റെ ചിത്രങ്ങളെ സ്വീകരിക്കുന്നു, വിജയിപ്പിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. കൈയടിക്കാം ഉണ്ടാവുന്ന തീർച്ചയായും. ഈ സായിച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ശ്വാസം വിടാനുള്ള ഒരു സമയം നിങ്ങളുടെ കൈയടിയുടെ ആ ടൈമിലാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. പാട്ട് പാടുമ്പോൾ ശ്വാസം വലിക്കുന്നത് നല്ലതെന്നാണെന്നാണ് പറയുന്നത്. പക്ഷെ മിമിക്രിയിൽ ഈ ശ്വാസം വലി അത്ര ആശ്വാസകരമല്ല. നമുക്കും നമുക്കും ഒരുമിച്ച്. അതുകൊണ്ടാണ് നന്നാവുന്നെങ്കിൽ തീർച്ചയായിട്ടും കൈയടിക്കുക. ഇതുപോലെ പിന്നീട് നമുക്ക് കണ്ട ഒരു നടന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് പരിചിതമായത് അടുത്തിടെ ഇറങ്ങിയ റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ മാജിക്കൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ കേട്ടത് ഒരിക്കൽ മഞ്ച് സ്റ്റാർ സിംഗറിലൂടെ ഇതായിരുന്നു. വിഷ്ണു, ഇത് വിഷ്ണുവിന്റെ കയ്യിലുള്ള 500 രൂപ നോട്ട്. റൈറ്റ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇത് വേണിച്ചന്റെ കയ്യിലുള്ള മറ്റൊരു 500 രൂപ നോട്ട്. ഈ 2 നോട്ടുള്ള വിഷ്ണു ഈ നങ്ങളുടെ പോക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് മാജിക്കിന്റെ ടേണിംഗ് പോയിന്റ്. ഈ 1000 രൂപ അങ്കിന്റെ പോക്കറ്റിൽ എത്തിയപ്പോൾ അങ്കിൽ ഇരിക്കാൻ പോകുന്ന ഈ മാജിക് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു എന്ന് പറയുന്നു. ഇതുപോലെ നമുക്കറിയാം TV-യിലൂടെ ഒരുപാട് നരേഷൻ കേൾക്കാറുണ്ട്. സഞ്ചാരം എന്ന പരിപാടിയുടെ ആ പ്രകൃതി ഭംഗി കാണിക്കുന്ന അല്ലെങ്കിൽ രാജ്യങ്ങളെ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ശബ്ദം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. സഞ്ചാരം ഒരു പക്ഷേ എങ്ങനെയായിരിക്കാം? മെസൊപ്പൊട്ടേമിയയുടെ മറ്റൊരു നഗരത്തിലേക്കാണ് പിന്നീട് ഞങ്ങൾ ചെന്നത്. അമ്പരച്ചുംബികളായ ഗോപുരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ നയാഗ്ര നദിക്കരയിലൂടെയുള്ള നീണ്ട യാത്രയായി എന്ന് പറയുന്നു. ഇത്തരം പരിപാടികൾക്കിടയിൽ മറ്റൊരു സവിശേഷത ഇന്ന് പരസ്യങ്ങളാണ്. പരസ്യങ്ങളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുണ്ട്. ഞാൻ കേട്ട് പരിചയമുള്ളത് ചെറുപ്പത്തിൽ ആകാശവാണിയിലെ രാവിലെ വാർത്ത വായിക്കുന്ന ആ ശബ്ദത്തിലൂടെയാണ്. ഡൽഹിയിൽ നിന്ന് മലയാളം വാർത്ത വായിക്കുന്നു 7:10. അദ്ദേഹത്തിന്റെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കൗതുകത്തോട് കാണുന്നത് ചിലപ്പോൾ ചിരിക്കാൻ തോന്നുന്ന പരസ്യങ്ങളാണ്. തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ പുകവലിയുടെ പരസ്യം വരികയാണ്. നിങ്ങൾ ഒരു ശരാശരി പുകവലിക്കാരനാണോ? എങ്കിൽ നിങ്ങളുടെ ഹൃദയം ഒരു സ്പോഞ്ച് പോലെയാണ്. പ്രവാസികാര്യ മന്ത്രാലയം, ഭാരത സർക്കാർ എന്ന് പറയുന്ന ശബ്ദം. ഇങ്ങനെ ശബ്ദങ്ങൾ നമ്മൾ വരുമ്പോൾ നമുക്കറിയാം ഇന്ന് രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ കേരളം ഇന്ന് വെള്ളത്തിന് വേണ്ടി കേഴുകയാണ്. വെള്ളത്തിന് വേണ്ടി
നെടുങ്കോട്ടിൽ വരുമ്പോഴും വെള്ളത്തിന് വേണ്ടി യാചിക്കുന്നു ഓരോരുത്തർ. തമിഴ്നാടിനോട് കേരളം വെള്ളത്തിന് വേണ്ടി യാചിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് പറഞ്ഞു കേൾക്കുന്നത് സരിത നായരോട് കാണിച്ച സ്നേഹവും ആ കെയറിങ്ങും ഒരുപക്ഷെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനോട് കാണിച്ചെങ്കിൽ അണക്കെട്ട് കയ്യിലിരുന്നേനെ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാഷ്ട്രീയം ഏറെ ചർച്ചാ വിഷയമാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ഒരുപാട് മന്ത്രിമാരുടെ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. ഞാൻ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി, മുൻ പോലീസ് മേധാവി, ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ടത്, ഗവൺമെന്റ് അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ, നിഷ്പക്ഷമായ ഒരു അന്വേഷണം വരട്ടെ, എന്നിട്ട് ചിന്തിക്കാം. ഇതുപോലെ തന്നെയാണ് സോളാറിൽ പകുതി പെടാത്ത ഒരു സിനിമാ നടനും മന്ത്രിയുമായ ഗണേഷ് കുമാർ. ആനകളെ ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹം പറയും, കൊട്ടാരക്കര ഗണപതി, മംഗലാംകുന്ന് അയ്യപ്പൻ, ഉണ്ണിത്തറഞ്ഞേട്ടൻ വല്ലതും പറഞ്ഞില്ലേ? അതിന് അങ്ങനെയുടെ കുഴപ്പം. ഈ സരിതയെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കോയമ്പത്തൂർ ഞാൻ പോയിട്ടില്ല. എന്റെ അച്ഛനോട് ചോദിച്ചാൽ എല്ലാം അറിയാം. ഞാൻ സത്യസന്ധനാണ് എന്ന് പറയുന്ന ഗണേഷ് കുമാർ. പിന്നെ ഞാൻ ചെയ്യാത്തത് മുഖ്യമന്ത്രിയും മന്ത്രിയൊക്കെ എല്ലാവരും നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് മലയാള സിനിമയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലും അച്ഛനും മക്കളും വാഴുകയാണ്. അതുപോലെ തന്നെ മലയാള സിനിമയിലും ഒരു താര കുടുംബം തന്നെയുണ്ട്. നമ്മുടെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെട്ടിരുന്ന അപ്രിയപ്പെട്ട നടൻ അന്തരിച്ചു, സുകുമാരൻ. സുകുമാരന്റെ 2 മക്കളും മലയാള സിനിമയിലാണ്, മരുമകളും ഭാര്യയും മലയാള സിനിമയിലാണ്. ആണുങ്ങളുടെ നിലയെടുക്കുകയാണെങ്കിൽ ആ ഗർജിക്കുന്ന സിംഹത്തെ നമുക്ക് ഓർക്കാം. അദ്ദേഹം പറയും, അയ്യോ കളി ആരെങ്കിലും കണ്ടാലേ കുഴപ്പമുള്ളൂ, കണ്ടില്ലെങ്കിൽ നോട്ട്. പിന്നെ പിള്ളേരെ കുടിക്കാൻ ചായയോ എല്ലാം കണക്കാ. അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ്. ഭീഷമാധവൻ എന്ന ചിത്രത്തിൽ ഒരു നല്ല പോലീസ് ഓഫീസർ വേഷം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇന്ദ്രജിത്ത്, എന്താണ് നിന്റെ പേര്? വട്ടപ്പേര് പറയണ. മീശമാധവൻ കേൾക്കാൻ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. നാളെ നമ്മൾ തമ്മിൽ കാണുമ്പോ നിന്റെ മുഖത്ത് മീശ ഉണ്ടാവാൻ പാടില്ല. വടിച്ചു വന്നേക്കണം. 10-20 വർഷമെങ്കിലും നമ്മൾ വിളിച്ച സർവീസിൽ കയറിയിട്ട് ഏട്ടാ ഞാൻ അറിഞ്ഞല്ല ഏട്ടാ. അദ്ദേഹത്തിന്റെ ഏറ്റവും താഴെയുള്ള മകനാണെങ്കിൽ ഇന്ന് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയും, പൃഥ്വിരാജ്, അതിനെ കവണച്ചെടുത്തിരിക്കും. ഈ കാനപ്പിള്ളിക്ക് പിന്നെ എന്തും കളയുക. ഇതുപോലുള്ള പെമ്പിളാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അടിച്ചങ്ങ് തെറിച്ചു പോകണം. ഒരുമാതിരി മൃതകം കൊട്ടി മാത്രം ചിരിച്ചൊരു ശുദ്ധ ബ്രാഹ്മണ ഞാൻ. ഇന്നെന്റെ കാലിനടിയിൽ നിന്റെ നെഞ്ചിന്റെ താളം കേൾക്കാനെങ്കിൽ ഞാനൊന്ന് അമർത്തി ചവിട്ടിയ പിന്നെ ഒരു കച്ചേരി കൊട്ടി പോലെ എല്ലാം തീരും. ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വോയിസ് വേറൊരു രീതിയിലാണ്. ഇംഗ്ലീഷ് ഏറ്റവും നന്നായി സംസാരിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മൾ കളിയാക്കി. എന്നിരുന്നാലും ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ ശബ്ദത്തിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ചെറിയ ആ ഒരു ശൈലിയിൽ വ്യത്യാസം. ഞാൻ കണ്ട ഒരു ഇന്റർവ്യൂ ഇതായിരുന്നു. ആക്ച്വലി ഇവിടെ വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും കാണാൻ സാധിക്കുന്നു. പിന്നെ ഞാൻ പഠിച്ചതും വളർന്നതല്ല ഒരു സൈനിക സ്കൂളിലായിരുന്നു. ഈ സുകുമാരൻ എന്ന് പറയുന്ന നടൻ ഒരുപാട് ടൈമിംഗ് ഉള്ള ഒരാളായിരുന്നു. ഇതുപോലെ പിന്നീട് വലിയൊരു വ്യത്യാസം തോന്നിയവരാണ് സുരേഷ് ഗോപി. ഈ കഴിഞ്ഞ ആഴ്ച നരേന്ദ്രമോദിയെ കാണാൻ പോയിട്ട് ഷാള് പതപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് കുറച്ചുകൂടി ഈ ശബ്ദം ഇന്നിവിടെ അനിവാര്യമാണ്. ഷാർപ്പ് തന്നെ, ഷാർപ്പ് നൈസ്. അപ്പൊ അങ്ങനെ ഓക്കെ അല്ലേ എല്ലാവരും? അത് സുരേഷ് ഗോപിയുടെ വോയിസ് എനിക്ക് വ്യത്യാസം തോന്നിയത് ഇപ്പോഴത്തെ ഞാൻ ഈ പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂ വോയിസ് ചെയ്തുകൊണ്ടാണ് എനിക്കത് ഓർമ്മ വരുന്നു. പഴയ നമ്മുടെ സുരേഷ് ഗോപിയുടെ വോയിസ് എങ്ങനെയായിരുന്നു? 20-ാം നൂറ്റാണ്ട് രാജാവിന്റെ മകൻ എന്നീ ചിത്രങ്ങളിലെ ഒരു നേർത്ത ശബ്ദമായിരുന്നു. പിന്നീടാണ് മാറിയത്. എങ്ങനെയായിരുന്നു? കോശിച്ചായത് എന്നാ ഭാവിച്ചോണ്ടാ? എന്തുണ്ടായിരുന്നു സ്വന്തം എന്ന് പറയാൻ? കീറി മുഷിഞ്ഞ ഒരു കാക്കിക്കുപ്പായും ഒരു തോൾസഞ്ചിയില്ലാതെ ജാക്കി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ സുരേഷ് ഗോപിയുടെ ശബ്ദം കുറച്ചുകൂടി മാറി, കുറച്ച് ബേസ്ഡ് ഓൺ വന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടമായി 4 നേരം പ്രസ്ഥാനം വെട്ടിവിഴുങ്ങി ആസനത്തിൽ വാദം ചുരുട്ടി വെച്ചിരിക്കുന്ന തന്നെ പോലെയുള്ള പരമനാരികൾ കൈവരിച്ചു. കുറച്ചുകൂടി സൈലന്റ് ആയി. താലോല മണിസ്തർനാൾ എന്ന ചിത്രത്തിൽ വേറൊരു ശബ്ദം കേട്ടു. എടാ സമയം കണ്ടോളാം കങ്ങേ
കൊണ്ടുപോകണം ഞങ്ങളെ കൽക്കറ്റയിലോ ഡൽഹിയിലോ അമേരിക്കയിലോ എവിടെ വേണമെങ്കിലും. എടാ സമയം എൻ്റെ ഗംഗയെ തിരിച്ചതാണ്. ഈ സുരേഷ് ഗോപിയാണ് പിന്നീട് വേറൊരു ശബ്ദത്തിലും രൂപത്തിലും കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വന്ന് വായിക്കാം. ചിന്താമണി കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ ദുഃഖിക്കേണ്ടി വരും ഇൻസ്പെക്ടർ. വൈദ്യയായിരുന്നു എൻ്റെ അല്ല. ഈ സുരേഷ് ഗോപി പതിഞ്ഞ സ്വരത്തിൽ ഇന്റർവ്യൂവിലൂടെ പറഞ്ഞു, സത്യം പറഞ്ഞ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഡൽഹി വരെ പോയത്. മുൻനിര സീറ്റിൽ എത്താൻ പോലും കഴിഞ്ഞില്ല. സൽമാൻ ഖാൻ എൻ്റെ സീറ്റ് കയ്യേറി. ഒട്ടും പരിഭാവമില്ല. ഷോൾ പുതയ്ക്കാൻ ഇനിയും അവസരമുണ്ട്. പിന്നെ ഒരു 10 പോയിന്റ്സ് മോദിജിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 10 പോയിന്റ്സ്. എൻ്റെ സിനിമകൾ സംസ്ഥാനത്ത് എല്ലായിടത്തും പ്രദർശിപ്പിക്കും. അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ജില്ലയിൽ പോയപ്പോൾ 5000 പേർ കയറിയപ്പോൾ എന്നെ അവിടുത്തെ പോലീസുകാരൻ അറിയില്ല എന്ന് പറഞ്ഞു. കമ്മീഷണർ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് സങ്കടമില്ല എന്നൊക്കെ പറയുന്ന സുരേഷ് ഗോപി നമ്മൾ കാണും. അങ്ങനെ പിന്നീട് നമുക്ക് അറിയാം, ഇവിടെ വരുന്നു, ഞാൻ എനിക്കിഷ്ടമുള്ള കുറേ നടന്മാർ ചെയ്യുന്നു, പോകുന്നു. ഇവിടെ എല്ലാവരും ഇപ്പോൾ വളരെ സന്തോഷവാന്മാരായ ഒരു മുഖം നമ്മൾ കാണുകയാണ്. സാഞ്ചേട്ടൻ്റെ പെർഫോമൻസും നമ്മുടെയൊക്കെ കാണുമ്പോൾ ഞാൻ അവർ ചോദിച്ച് നടന്മാർ പോകണം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത്രയും നേരം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറേ നടന്മാരുടെ പേര് പറയുന്നു, ഞാൻ തന്നെ ചെയ്യുന്നു. നമുക്ക് കുറച്ച് മാറ്റം വരുത്താം. ഇത് സാഞ്ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നിങ്ങളിൽ ഒരുവനാവണമെങ്കിൽ നിങ്ങളുടെയും കൂടി ഇഷ്ടം ഞാൻ കണക്കിലെടുക്കണം ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ച് മുൻതൂക്കം കൊടുക്കുകയാണ്. പെട്ടെന്ന് കുറച്ച് നേരം കൊണ്ട് ഇനി ഞാനല്ല നടന്മാരുടെ പേര് പറയാൻ, നിങ്ങൾ പറയുന്നു, ഞാൻ ചെയ്യുന്നു. ഒരു കാരണവശാലും മത്സരബുദ്ധിയോടുകൂടി കാണരുത്. ഞാൻ കുറച്ച് നടന്മാർ നിങ്ങളുടെ ഇഷ്ടത്തിനായിട്ട് വിടുകയാണ്. നിങ്ങൾക്ക് പറയാം പെട്ടെന്ന്, അധികം സമയമില്ലാതെ പെട്ടെന്ന് പറഞ്ഞാൽ കുറേശ്ശെ കുറച്ച് നടന്മാരെ ശ്രദ്ധ ചെയ്യാം. കാരണം സാധാരണ മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 നടൻ്റെ ഇതുപോലെ എനിക്ക് ഇന്ന് ചെയ്തു പോകാറുണ്ട്. ആരും ഒന്നും പറയില്ല. ഈ ഒരു കൂട്ടായ്മ കാണുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെയും കൂടി ഒരു ഇഷ്ടത്തിന് ഞാൻ ചെറിയ പ്രാധാന്യം കൊടുക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞു. നടന്മാര് മാത്രമേ പറ്റുള്ളൂ. പപ്പു പെട്ടെന്ന് പറയുന്നത്, കുറേശ്ശെ പറയുന്നത്. നമുക്ക് സമയം കുറവുണ്ട്. തിലകൻ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കില. ആദ്യം പഠിത്തം, എന്നിട്ട് കണ്ടുപിടുത്തം. അച്ഛന്റെ കൈ വെട്ടിയ ജഗത്താൻ 1000 പ്രാവശ്യം മനസ്സിലെഴുതി, എന്നിട്ട് അവനെ നെറ്റെഴുതി. ഇതാരുടെ ഫ്യൂച്ചർ പ്ലാൻ. ഇയാള് പറയട്ടെ. മാമുകോയോ? ജയറാം മാമുകോയ അല്ലേ? ജയറാം ജിയ. നടക്കൂലൊക്കെ കാലിഫോർണിയ പോലെ ചരിത്രത്തിലാണ്. തുപ്പായി കടപ്പുറം വഴി ജയറാം. അയ്യോ എന്താ ഇത് അമ്മൂ. അച്ഛനോട് ചോദ്യം അമ്മോട് ചോദ്യം ചേട്ടനോട് അയ്യടി ചെറുകെ ചിരിക്കണ്ട അമ്മാവാ കാണണം കണ്ടു. അയ്യേ എന്താ ഇത് എന്നില്ല. മകളെ എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കൈ കിടന്ന് പിടഞ്ഞിടണോ? എന്തോന്നേ ജഗതി, രാത്രി കുത്തി ഭ്രാന്ത് പിടിച്ചതാ. ഉറങ്ങണേ. വിജയ് இப்படிப்பட்ட ஒரு ஃப்ரெண்ட் இருக்கும்போது எப்படி டென்ஷன் பண்ற? எப்படி 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 ஏற்க வைக்கிற? லவ்ன்றது காலேஜ் படிக்கிற புக்கு மாதிரி. அது யார் வேணாலும் படிக்கலாம், எப்படி வேணாலும் பார்க்கலாம். பேச்சு மட்டும் சைலண்ட் அண்ணாட்டி. മുകേഷ് എന്തോന്ന്
നില്ല് പുല്ല് പോയില്ലേ? മായൻകുട്ടി തമാശ കളയുടെ നിങ്ങളെ കാര്യമായിട്ട് പറഞ്ഞതാണോ അതോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? ശരിക്കും പറഞ്ഞതാണ് തോന്നണം. കാക്കത്തൂരിയിലല്ല. സുരാജ് എന്താടാ എല്ലാരും പറയുന്ന ആ പെണ്ണ് മുക്കിയെന്ന് ഞാൻ പൊക്കിയെന്ന് സൂസനെ എടുത്ത പ്രാന്താണ്. ഒരുപാട് സന്തോഷം അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും കേട്ടു കുറേ അധികമുണ്ട്. നിങ്ങൾ ചോദിക്കുന്നതിനെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ നമ്മൾ സ്വന്തമാക്കിയത് വളരെ വലിയൊരു കലയാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഇനി നമുക്ക് ഒരു സംഗീതം അല്ല വ്യത്യസ്തമായ ഒരു ഗാനം, ഇഷ്ടമുള്ളൊരു ഗാനങ്ങളെല്ലാം ഒരേ വഴിക്ക് ഒഴുകി വന്നതാണ്. അതിൻ്റെ ഈരടികൾ കൊണ്ട് അതിൻ്റെ ഈണം കൊണ്ട് ഒക്കെ ധന്യമായ നിരവധി പാട്ടുകളുണ്ട്. പക്ഷേ ഒരു ഗാനം പല രൂപത്തിലേക്ക് മാറിപ്പോയിരുന്നെങ്കിൽ അതും കേൾക്കാൻ ഒരു സുഖമുണ്ടാകും. കാരണം കഴിയ നല്ല ചിത്രമാണ് പ്രസാദം. ഏറെക്കാലം മനസ്സിൽ കൊണ്ടു നടന്ന ചിത്രം. അതിലൊരു മനോഹരമായ ഗാനം ഇങ്ങനെയാണ്: പുലയനാർമണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ. ഈ ഗാനം A.R. റഹ്മാൻ്റെ കയ്യിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇത് ഡയലർ മെഹന്തിയുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ, കുട്ടനാടൻ മഞ്ചിപ്പാട്ടുകാരുടെ ഇണത്തിലേക്ക് ഇത് കിട്ടിയിരുന്നെങ്കിൽ, കോഴിക്കോട് മാപ്പിളപ്പാട്ടുകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന VM കുട്ടിയുടെ കയ്യിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ പാട്ടിന് വേറൊരു തട്ടും തലവും ഉണ്ടാകുമായിരുന്നു. അതിൻ്റെ പകിട്ടൊന്നും കളയാതെ തന്നെ ഈ പുലയനാർ മണിയമ്മയെ ഞാൻ നിങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ആദ്യം നമുക്ക് ആലപ്പുഴയിൽ നിന്ന് തുടങ്ങാം. ആലപ്പുഴയിലെ കുട്ടനാടൻ വള്ളംകളിയുടെ ഈണത്തിലൂടെ ഈ ഗാനം ഒരു ഗാനം അങ്ങനെ സഞ്ചരിച്ച് തീരുകയാണ്. ഇനി ഞങ്ങൾ
മിമിക്രി കലാകാരന്മാരുടെ സംഘടനയിൽ ഞങ്ങളുടെ പ്രസിഡന്റാണ് ശ്രീ കലാഭവൻ മണി. ഞാനതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. വലിയൊരു ഷോ മനോരമയിൽ 9-ാം തീയതി തുടങ്ങുകയാണ്. ഇതുവരെ മിമിക്രിയിൽ നിന്നും സിനിമയിലെത്തിയ ഡയറക്ടേഴ്സും സൂപ്പർ സ്റ്റാറുകളും ഇതുവരെ വളർന്നുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒരുമിച്ചൊരു കുടക്കീഴിൽ ഒരു അത്ഭുതം പോലെ മനോരമയിൽ 9-ാം തീയതി പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു കൂട്ടായ്മയിലാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ മിമിക്രി അല്ലെങ്കിൽ നാടൻ പാട്ടുകൾ ഷോ ചെയ്തവർ, ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ ഷൂട്ട് നടക്കുന്നതിൻ്റെ തിരക്കിലാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞത് മലയാളി ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവരൊന്നും മലയാളികളായിരുന്നില്ല. അവരൊക്കെ മധ്യപ്രദേശിലും നമ്മുടെ മലയാളം വിട്ട് മറ്റു നാട്ടിൽ ജനിച്ചു വളർന്നിട്ട് മലയാളം നമ്മളെക്കാൾ നന്നായി മലയാളം കൈകാര്യം ചെയ്യുന്ന സുഹൃത്തുക്കളെയാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷെ അവരുടെ മലയാളം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞതൊന്നുമല്ല മലയാളം, ഞാൻ പറയുന്നതുമല്ല. അപ്പോൾ മലയാളം പഠിക്കാനാണ് ഏറ്റവും വലിയ പ്രയാസം. മലയാളം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് ഭാഷയും എളുപ്പമാണ്. പക്ഷെ ആ മലയാളം പഠിച്ചതിലും മലയാളം ഞങ്ങളോട് സംസാരിച്ചതിലും അതിയായ സന്തോഷം. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു. ഇനി ശ്രീ കലാഭവൻ മണി ഒരുക്കിയ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടിപ്പോയ കുറേ നാടൻ പാട്ടുകളുണ്ട്. ഇത് നിങ്ങളുടെ ഒരു തിരതല്ലലിന് വേണ്ടിയിട്ടുള്ളതാണ്, ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ നാടൻ പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോഴും ഗ്രാമങ്ങളിലാണ് ആത്മാവ് ഉറങ്ങുന്നത്, ഉണരുന്നത് എന്നൊക്കെ നമ്മൾ കേൾക്കും. ഇപ്പോഴും അത്തരം നാടൻ ശീലുകൾ കാണണമെങ്കിൽ ഗ്രാമങ്ങളുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണം. അവിടെയുമുണ്ട് ഇതുപോലുള്ള ആളുകൾ. നഗരം പുരോഗമിക്കുന്നു, പക്ഷേ നഗരം പുരോഗമിക്കുമ്പോൾ സംസ്കാരം നഷ്ടമാകുന്നു കാഴ്ചയിൽ. അതേപോലെ തന്നെ ഈ നാടൻ പാട്ടിൻ്റെ ശീലകളിൽ നമ്മൾ ഒഴുകിയെത്തുന്നത് ഞങ്ങൾ ചെയ്തു പോയ കാസറ്റുകളിലെ ഈരടി പാട്ടുകളാണ്. എങ്ങനെയുണ്ട് ആ പാട്ടെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ട്. ഇത് നമുക്കൊന്ന് കയ്യൊക്കെ അടിച്ച് നമുക്ക് ഇളകിയിരിക്കാം. കാര്യം നമുക്കൊരു മുമ്പിൽ ഒരു ഉണർവ് വേണം. അതേ കൈ വെക്കരുത്, കൈ അടിക്കാം. ഈ പാട്ടൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകളാണല്ലോ.
ഇന്നത്തെ ഈ ദിവസം ഇങ്ങനൊരു കാഴ്ചയിൽ ഇങ്ങനൊരു കൂടിച്ചേരലിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങളെ ക്ഷണിച്ച എൻ്റെ എല്ലാവർക്കും ദല്ലിൻ്റെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സതീഷ് സാറാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. അന്വേഷണ സന്ദീപ് സാർ വിളിച്ചു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ കുറേയധികം പേരെ പരിചയപ്പെട്ടു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ വിഭവസമൃദ്ധമായ പപ്പടം പായസം പോലുള്ള സമ്പത്സരങ്ങളും മാസങ്ങളും സെക്കൻഡുകളും നിമിഷങ്ങളും എന്നിവ കാലവും ജഗദീശ്വരൻ വാരിക്കോരി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭാവങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.